ഹനുമാന്റെ ബാഹ്യ തേജസ്സിനെ വർണ്ണിക്കുന്നതാണ് അടുത്ത ശ്ലോകം. കഞ്ചനവരണ വിരാജ സുവേശ കാനന കുണ്ടല കുഞ്ചിത കേശ. ഉജ്ജ്വലമായ ശരീരകാന്തി, തിളങ്ങുന്ന വസ്ത്രങ്ങൾ, വിശിഷ്ടമായ കർണാഭരണങ്ങൾ, മനോഹരമായ ചുരുണ്ട മുടിയുമുള്ള ഹനുമാന്റെ മനോഹര രൂപത്തെ ധ്യാനിക്കാനാണ് തുളസീദാസ് പറയുന്നത്. സൂര്യഭഗവാനെ വിഴുങ്ങാൻ പോയ ഹനുമാന് തൻ്റെ തേജസ്സിൻ്റെ 100-1 കല നൽകി അദ്ദേഹം അനുഗ്രഹിച്ചു എന്നും അതുകൊണ്ട് തന്നെ സൂര്യന് സമാനമായ സ്വർണ്ണ നിറമാണ് ഹനുമാൻ എന്നാണ് രാമായണം പറയുന്നത്. വിരാജ സുവേശ, വിശിഷ്ടമായ പട്ടുവസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നു ഹനുമാൻ. രാജകീയതയുടെയും വിശുദ്ധിയുടെയും പ്രതീകമാണിത്. സത്വഗുണവും രജോ ഗുണവും പട്ടു പ്രതിനിധാനം ചെയ്യുന്നു എന്നാ പറയാം. കാനന കുണ്ടൽ, മനോഹരമായ കുണ്ടലങ്ങൾ ധരിച്ച കർണങ്ങളോടുകൂടിയാണ് ഹനുമാൻ ജനിച്ചത് എന്നാണ് വിശ്വാസം. ശിവൻ്റെ രുദ്രാവതാരം ഹനുമാനായിട്ട് ജനിക്കുന്നു എന്ന് നാരദ മഹർഷിയിലൂടെ അറിയുന്ന ബാലി ആ കുഞ്ഞിനെ വധിക്കാനായിട്ട്, കാരണം ഇവൻ ഭാവിയിൽ എനിക്കൊരു നാശത്തിന് കാരണമാകുമെന്ന് ചിന്തിച്ച് സ്വർണം, വെള്ളി, ചെമ്പ്, ഇരുമ്പ്, നാഗം ഇങ്ങനെ 5 ലോഹങ്ങൾ കൊണ്ട് മാരകമായ വിഷം തയ്യാറാക്കിയിട്ട് ഒരു ഔഷധമാണെന്ന് പറഞ്ഞ് അഞ്ജനയ്ക്ക് കുടിക്കാൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് കഴിച്ചിട്ട് ആ കുഞ്ഞിന് അതൊരു ഭൂഷണമായി തീരുകയാണ് ചെയ്തത്. ആ പഞ്ചലോഹങ്ങൾ ഉരുകി ആ ശിശുവിൻ്റെ കർണാഭരണമായി മാറി എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ രാമായണം വായിക്കണ സമയത്ത് മനോഹരമായ കുണ്ടലം കൊണ്ട് അലങ്കരിച്ച കാതുകളുമായി രാമകഥ കേൾക്കാൻ, ആനന്ദിക്കാൻ ഹനുമാൻ വന്നിരിക്കുന്നു എന്ന് പറയണത്. ഒരു വിശ്വാസമുണ്ടല്ലോ, ശ്രീരാമൻ്റെ മഹത്വം കേൾക്കുന്നതിലാണ് ഹനുമാൻ്റെ ആനന്ദം. കുഞ്ചിത് കേശ, മനോഹരമായ ചുരുണ്ട മുടിയുള്ളവനാണ് ഹനുമാൻ. ഹനുമാൻ്റെ അന്തരംഗ ശുദ്ധിയുടെയും സദ്ഗുണങ്ങളുടെയും ഫലമാണ് ഈ പുറമേ കാണുന്ന അതിമനോഹരമായ സുന്ദര രൂപം. അത് അനിർവചനീയമായ ഈശ്വര സൗന്ദര്യമാണ്. അത് നമ്മളിലേക്ക് കൂടി, അങ്ങനെയുള്ള ഭഗവാനെ ധ്യാനിക്കുന്നതിലൂടെ എല്ലാം വളരെ മനോഹരമായി കാണാൻ നമുക്കും സാധിക്കും എന്നാണ് ഇവിടെ പറയുന്നത്.